വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം മലർവാടി ആർട്സ് ക്ലബ് മലയാളത്തിന് നിരവധി പുതുമുഖങ്ങളെ സമ്മാനിച്ച സിനിമ. അതിലെ പ്രകാശൻ എന്ന ചൂടൻ കഥാപാത്രമായ നിവിൻ പോളി എന്ന ചെറുപ്പക്കാരൻ അന്ന് നമുക്ക് പലരിൽ ഒരാൾ മാത്രമായിരുന്നു. ട്രാഫിക്കിലെ ക്യാമിയോ റോളും മെട്രോ 7 തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളും നിവിൻ എന്ന നടനെ അടയാളപ്പെടുത്തുന്നവയായിരുന്നില്ല. എന്നാൽ 2012 അത്തരമൊരു കഥാപാത്രം നിവിനെ തേടിയെത്തി. തട്ടത്തിൻ മറയത്തിലെ വിനോദ്. മലയാളി ആ പയ്യനെ അങ്ങ് ഏറ്റെടുത്തു. മലയാളിക്ക് എന്തിനാടാ സിക്സ് പാക്ക് എന്ന് നിവിനൊപ്പം നമ്മളും ചോദിച്ചു. തുടർന്ന് അങ്ങോട്ട് വലുതും ചെറുതുമായ നിരവധി ഹിറ്റുകൾ, ബ്ലോക്ക് ബസ്റ്ററുകൾ, ഇൻഡസ്ട്രി ഹിറ്റുകൾ, റൊമാൻസും കോമഡിയും മാസും ഒരുപോലെ വഴങ്ങുന്ന നടൻ എന്ന അഭിനന്ദനം. മോഹൻലാലിന് ശേഷം മലയാളി ഒരു നടന്റെ പൂച്ച ചിരിയിൽ വീണുപോയി. 2013 നിവിന്റെ നേരം ശരിക്കും തെളിഞ്ഞു. അൽഫോൺസ് പുത്രൻ സിനിമയിൽ നിവിൻ നിറഞ്ഞാടി. റോംകോം നായകൻ മാത്രമല്ല താൻ എന്നായിരുന്നു നിവിൻ എന്ന നടന് അടുത്തതായി തെളിയിക്കേണ്ടിയിരുന്നത്. അതിനും അവസരം വന്നു. ഏബ്രിഡ് ഷൈനിന്റെ 1983, ക്രിക്കറ്റ് ശ്വസിക്കുന്ന നാട്ടുംപുറത്തുകാരൻ രമേശനിൽ മുൻ സിനിമകളിലെ നിവിനെ അപൂർവം ചില സന്ദർഭങ്ങളിലെ കാണാൻ സാധിക്കൂ. രമേശിനെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നി. ഓം ശാന്തി ഓശാനയിൽ ചൂടൻ പ്രകാശിന്റെ എക്സ്റ്റൻഷനായ കലിപ്പൻ ഗിരിയായിട്ടാണ് നിവിൻ എത്തിയതെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സിൽ നാട്ടിൻപുറത്തുകാരൻ നിഷ്കളങ്കൻ പയ്യനായിട്ടാണ് അയാളെ നമ്മൾ കണ്ടത്. ഇനിയാണ് ശരിക്കുമുള്ള കഥ. പ്രേമം, ഒരു കംപ്ലീറ്റ് അൽഫോൺസ് പുത്രൻ ചിത്രം. പ്രമോഷനുകൾ ഒന്നുമില്ലാതെ ഇറങ്ങിയ സിനിമ മലയാളം കണ്ട ഏറ്റവും വലിയ വിജയമായി. ജോർജ് കറുത്ത ഷർട്ടും വെള്ളമുണ്ടും ഉടുത്തിറങ്ങിയപ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പായി. പിന്നാലെ ആക്ഷൻ ഹീറോ ബിജുവായും ഓട്ടിസ്റ്റിക്കായ ഹേജൂഡിലെ കഥാപാത്രമായും നിവിൻ വന്നു. പക്ഷേ ശരിക്കും ഞെട്ടിച്ചത് ഉടലിന്റെ രാഷ്ട്രീയാതിർത്തി കടന്ന മൂത്തോനിൽ നായക വേഷത്തിലെത്തിയാണ്. മട്ടാഞ്ചേരിയുടെ തെരുവുകളിൽ തീമഴ പെയ്ത ചരിത്ര മുഹൂർത്തം പകർത്തിയ തുറമുഖത്തിലും നിവിൻ അഭിനയം കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചു. പക്ഷേ ഈ യാത്രയിൽ എപ്പോഴോ നിവിനെ തങ്ങൾക്ക് നഷ്ടമായെന്ന കാണികൾ പരിഭവപ്പെട്ടു. സമീപ വർഷങ്ങളിൽ ഇറങ്ങിയ സിനിമകളൊന്നും നിവിൻ ബെഞ്ച്മാർക്ക് താണ്ടുന്നവയായിരുന്നില്ല. ട്രോളുകൾ, വിമർശനങ്ങൾ. മറുപടിയുമായി ആശാന്റെ പടത്തിൽ തന്നെ നിവിനെത്തി. വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു ക്യാമിയോയായി എത്തി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവന്റെ രോഷം നിവിൻ പ്രകടിപ്പിച്ചു. തന്നെ തന്നെ ട്രോളി ഐ ആം ബാക്ക് എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിലാണ് നിവിൻ ആരാധകരുടെ പ്രതീക്ഷ. അതിനാക്കം കൂട്ടുന്നതാണ് നിവിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ. കോമഡി മുതൽ പൊളിറ്റിക്കൽ ത്രില്ലർ വരെ ആ ലൈനപ്പിൽ കാണാം. അതിൽ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ക്രിസ്മസ് റിലീസായി എത്തുന്ന അഖിൽ സത്യൻ ചിത്രം സർവ്വമായയ്ക്ക് വേണ്ടിയാണ്. ഹൊറർ കോമഡിയായി ഒരുങ്ങുന്ന ഈ ഫൺ ഫാമിലി എന്റർടൈനറിൽ അജു വർഗീസിനൊപ്പം വീണ്ടും നിവിൻ ഒരുമിക്കുന്നു. ആ പഴയ ദാസൻ വിജയൻ സ്റ്റൈൽ ബ്രോമാൻസ് വീണ്ടും നമ്മളിലേക്ക്. റൊമാൻറ്റിക് കോമഡിയായ ബദ്ലഹേം കുടുംബ യൂണിറ്റ്, ബേബികൾ എന്ന ത്രില്ലർ, തമിഴിൽ റാമിന്റെ റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലർ 7 കടൽ 7 മല, LCUവിലുള്ള ബെൻസിൽ വാൾട്ടർ എന്ന വില്ലൻ വേഷം, ഫാർമ എന്ന ത്രില്ലിംഗ് മെഡിക്കൽ ഡ്രാമ വെബ് സീരീസ്, പിന്നെ ബി ഉണ്ണികൃഷ്ണന്റെ കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ത്രില്ലറും. ഈ സിനിമകളിൽ ഉറ്റുനോക്കിയാണ് നിവിൻ പ്രേമികൾ ഇരിക്കുന്നത്. കാണികൾക്ക് നിവിനെ വിശ്വാസമാണ്. കാരണം നേരം 2 വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം എന്തായാലും നല്ല നേരം വരും.